നോക്കിയിരിക്കുക. പിന്നെ നമ്മൾ ലണ്ടൻ ടു റിയാദ് പോകാൻ വേണ്ടി. പക്ഷെ പണ്ടത്തെ തിരക്കൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് സൗദി അറേബ്യയിൽ നിന്ന് കുറെ ആള് പോയോ. അപ്പോൾ ലൊക്കേഷൻ ഇതാണ്. ഈ ലൊക്കേഷൻ ഒന്നും പറഞ്ഞുതരാൻ എനിക്ക് അറിയില്ല കേട്ടോ. അഞ്ജലിയ. ഭയങ്കര ഹെവി ട്രാഫിക്കാണ് മോർണിംഗ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ബിൽഡിങ്ങിനൊരു പേരുണ്ടായിരുന്നു, മറന്നുവല്ലോ, ഓർമ്മയിലേക്ക് വരുന്നില്ല. സൂക്ക് മക്ക, ഇതൊരു പേരുണ്ടായിരുന്നു. ഹായ്, ये बिल्डिंग का नाम क्या है? बिल्डिंग का सूक मक्का. हाँ, ओके, താങ്ക് യു. യെസ്, പിന്നെ മെമ്മറി പോയിട്ടില്ല. സൂക്ക് മക്കാണ്. ഞാൻ പുള്ളീനെ കാണുന്നതിന് മുന്നേ ഒന്ന് ഗസ് ചെയ്ത്. ഷുമൈസിലേക്കാണ്. ഷുമൈസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. പാകിസ്ഥാനികളാണ് അധികം അവിടെ ഉണ്ടാവാറ്. നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. ഞാൻ ആദ്യം സ്ഥിരം വരുന്നതായിരുന്നു, കാരണം എൻ്റെ കൂടെ ഒരു പാകിസ്ഥാനി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനിവിടെ ആയിരുന്നു താമസിച്ചത്. അപ്പോൾ അവൻ്റെ കൂടെ അവനെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും ഞാനിവിടെ വരുമായിരുന്നു. शुमैसी हॉस्पिटल किधर है? ओके. I'm coming from India. Iji min Hind. Alas the Raja. सही में हिंद बिशकम सही है सेकंड पे आ गए इंडिया से अभी बिल्ला अलग करते हैं वीडियो मुश्किल है. أنا روح كله 35 دولة بلاد. أنا take video photo. هو كلام خلي بلي مصر هو كلام 35 دولة. أنا روح لندن.
तो मालूम लंदन Second. आजा भाई كيف ترويج كيف اكل كيف मखबूज। अस्सलाम वालेकुम। आलू पराठा है इंडिया से। किधर जाएगा? ഇതാണ് ആലു പൊറോട്ട ഉണ്ടാക്കുന്ന കല്ല്. അതിൻ്റെ ഉള്ളിൽ തീ കണ്ട. യെസ്, ये खाने के लिए आया है मैं। अच्छा बनाओ. ഇതാണ് മക്കളെ ആലു പൊറോട്ട. ഫൈനലി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്താ ആലു പൊറോട്ട ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും സാധനം ഉണ്ടോ, നല്ല സ്പൈസി ആയിരിക്കും. അപ്പോൾ ലൊക്കേഷൻ ഇതാണ്. ഈ ലൊക്കേഷൻ ഒന്നും പറഞ്ഞുതരാൻ എനിക്ക് അറിയില്ല കേട്ടോ. ये रास्ते का नाम क्या है? अंजलि. अंजलिया. നമ്മുടെ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അടിപൊളി. $3 ഇതിന്. പാക്ക് ചെയ്യണം, പാർസൽ ചെയ്യണം. അടിപൊളി സാധനമാണിത്. നല്ല ഉരുളക്കിഴങ്ങും മുളകൊക്കെ ഇട്ടിട്ട് നല്ല കറിയൊന്നും വേണ്ട ഇതിന്. സൂപ്പർ സാധനമാണ്. അപ്പോൾ ബൈ, കാണാം. നെക്സ്റ്റ് ടൈം ആയേക. ഇനി നേരെ പോകുന്നത് ഫൈ ബിൽഡിംഗ്
ഇലക്ട്രിസിറ്റി ഓഫീസിൽ കയറാൻ ഒരു അറ്റംപ്റ്റ് നടത്തി. പക്ഷെ അവിടെ ഗേറ്റ് പാസ് ഭയങ്കര സെക്യൂരിറ്റിയാണ്. ഞാൻ എൻ്റെ കാർഡ് ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട് ഉള്ളിൽ. ഞാനന്ന് 7 വർഷം മുമ്പ് വർക്ക് ചെയ്യുമ്പോഴുള്ള അതേ സ്റ്റാഫ് ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അവിടെ ഉള്ളൊരു സൗദീൻ്റെ അടുത്ത് എൻ്റെ കാർഡ് കൊടുത്തയച്ചിട്ടുണ്ട്. നെറ്റ്വർക്കിലുള്ള ആരെങ്കിലും എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനൊരു കാർഡ് കൊടുത്തയച്ചിട്ടുണ്ട്. അന്നത്തെ ID കാർഡൊന്നും കയ്യിലില്ലല്ലോ ഉള്ളിൽ കയറാൻ. അപ്പോൾ നോക്കാം ആരെങ്കിലും എന്നെ ഐഡൻറ്റിഫൈ ചെയ്താണെങ്കിൽ. കാരണം ഞാൻ 7 വർഷം മുമ്പ് റിസൈൻ ചെയ്തതാണ്. അപ്പോൾ അന്നത്തെ സെയിം ആളുകൾ അവിടെ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. ഇവിടെ കാറ് നിർത്തിയിട്ട് അടിയോ, പൊരിഞ്ഞടി കാറ് നിർത്തിയിട്ട്. ഇവിടെ ഫുൾ ബ്ലോക്ക്. എൻ്റെ അറബികൾ ഇവിടെ എല്ലാ വണ്ടിയും ബ്ലോക്ക്. നടു റോഡിൽ വണ്ടി നിർത്തിയിട്ട് എന്നിട്ട് അടി കൂടുക. പോയ അടിമ ഏതോ കറുപ്പന്മാരാണ്. ഈ ഒരു സ്ഥലത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഞാൻ സ്ഥിരം നടക്കാൻ വന്നിരുന്നൊരു സ്ഥലമാണ്. ഇവിടെ മ്യൂസിയം ഉണ്ട്, റിയാദ് മ്യൂസിയം. ഇത് പാർക്കാണ്. ഇതിൻ്റെ ഉള്ളിലൊരു പഴയ കൊട്ടാരം. ഇതിൻ്റെ ചുറ്റും ഡെയിലി നടക്കാൻ വരുമായിരുന്നു. നടക്കാൻ വരുന്ന സ്ഥലമാണ് ഇത്. ചുറ്റും ഒന്ന് നടക്കുമ്പോഴേക്ക് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉണ്ടായിരുന്നു. എൻ്റെ കറക്റ്റ് ഓർമ്മയില്ല എത്രയെന്ന് അറിയില്ല, പക്ഷേ ഏകദേശം അത്ര ഉണ്ട് ഇതിൻ്റെ ചുറ്റളവ് ഈ ഒരു പാർക്കിൻ്റെ. ഇവിടെ വേലി വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് ഇതൊക്കെ ഓപ്പൺ ആയിരുന്നു. ഈ ഭാഗത്ത് വലിയൊരു ഗ്രൗണ്ട് പോലെ ആയിരുന്നു. നടുവിൽ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട്. പഴയ കൊട്ടാരം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കാണാനാണ് പോകുന്നത്. അവിടെ പോലീസൊക്കെ ഉണ്ടല്ലോ. വീഡിയോ മമ്നു എന്നൊന്നും പറയില്ലായിരിക്കും. ഫുൾ പോലീസ്. ഇവിടെ എന്തോ ഫങ്ഷൻ നടക്കുന്നുണ്ട്. ഫുൾ പോലീസാണ്. ഇതാണ് ആ പഴയ പാലസ്. നിങ്ങൾക്ക് ഉള്ളിൽ കാണാൻ പറ്റുന്നോന്ന് അറിയില്ല. ഇവിടെയൊക്കെ ഫുള്ള് കവർ ചെയ്ത് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലാക്കിയാണ്. ഇവിടെ ഫുൾ സെക്യൂരിറ്റിയാണ്. എന്തോ വലിയ ഫങ്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് പാലസ്. അത് കാണാൻ ഓപ്ഷനില്ല. ഫുൾ കവേർഡാ. കണ്ട എന്തൊക്കെയോ വെച്ച് കവർ ചെയ്തു. ഭാഗ്യമില്ല. നമുക്ക് എന്നാല് യു ടേൺ അടിക്കാം. ആർക്കിയോളജിക്കൽ ഫ്രാങ്കോ സൗദിയ فانكشن. what is هنا حفلة حق تراث. معلوم تراث؟ لا يعني هذا تحت كده. هذا ممكن حصل سمسم 200 سنة أول 300 سنة. ഓക്കെ. هذا شوف ഓക്കെ. ഞാൻ ചോദിച്ചു അതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യാൻ പറ്റുമെന്ന്. അവിടെ ആർക്കിയോളജിക്കൽ നമ്മുടെ ഫോസിൽ കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഒരു സെമിനാറാണ്. അപ്പോൾ ഫ്രാൻസിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു കയറാൻ പറ്റുമെന്ന്. അപ്പോൾ അതിന് പാസ് വേണം. പാസ് ഉണ്ടെങ്കിലേ കയറാൻ പറ്റുള്ളൂ.
നമുക്ക് പിന്നെ റോഡ് അടച്ചാലും ഇല്ലെങ്കിലൊന്നും ഒരു വിഷയമല്ല. ഈ വഴിക്കോ ഇവിടെ സോണി ബിൽഡിങ്, 5 ബിൽഡിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു. ഇതല്ലേ 5 ബിൽഡിങ്? യെസ്. അവിടെ നിങ്ങൾക്ക് സിറ്റി ഫ്ലോർ കാണാൻ പറ്റും. പക്ഷെ പണ്ടത്തെ തിരക്കൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് സൗദി അറേബ്യയിൽ നിന്ന് കുറേ ആൾ പോയോ. പണ്ടത്തെ ഒരു തിരക്ക് കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ നിന്നാണ് ഉംറ ബസ് സ്റ്റാർട്ട് ചെയ്യുക. ഉംറ ബസ് ഇതാണ്. ഇതൊക്കെ ഉംറ ബസ്സാണ്. ദാറൽ മിക്കാത്ത്. കണ്ടോ, ദാറൽ മിക്കാത്ത് ഉംറക്കൊക്കെ പോകുന്ന ബസ്സുകളാണത്. ഈ വീഡിയോ കാണുന്നവർക്ക് റിയാദിലെ ബത്ത് എന്താന്നുള്ളതിൻ്റെ വളരെ ചെറിയൊരു ഡീറ്റെയിൽസ് കിട്ടും. ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കിട്ടില്ല, വളരെ ചെറിയ. ഇതാണ് ബത്തയുടെ ഹാർട്ട് ഓഫ് ബത്ത എന്നൊക്കെ പറയുന്നത്. ഷിഫ് അൽ ജസീറ മെഡിക്കൽ കോംപ്ലക്സ്. എന്നെ നോക്കിയിരിക്കുക. പിന്നെ നമ്മൾ നോക്കിയിരിക്കുകയാണ്. നമ്മൾ ലണ്ടൻ ടു റിയാദ് പോകാൻ വേണ്ടി മലയാളിയാ. നിന്നോട് നോക്കിയിരിക്കല്ലേ. എവിടെയാണ്? നാട്ടിലെവിടെ? തിരുവനന്തപുരം, കൊല്ലം. എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാം ഉണ്ട്. എല്ലാം മിക്സാ.